ഡൽഹിയിൽ മലയാളി വിദ്യാർത്ഥിയെ കാണാതായി. ജാമിയ മിലിയ സർവകലാശാലയിലെ വിദ്യാർത്ഥിയാണ് കാണാതായത്. ഇന്നലെ രാത്രി മുതലാണ് 23-കാരിയായ സഫിയ അയ്യൂബിനെ കാണാതായത്. പോലീസ് അന്വേഷണം ആരംഭിച്ചു. റഷീദ് ബിൻ മുഹമ്മദ് വിവരങ്ങൾ നൽകാനായി ചേരുന്നു. റഷീദ്, എന്താണ് സംഭവിച്ചതെന്ന കാര്യത്തിൽ വ്യക്തത വന്നിട്ടുണ്ടോ? പരിശോധന, തെരച്ചിലൊക്കെ എങ്ങനെയാണ് പുരോഗമിക്കുന്നത്? പോലീസ് എന്താണ് പറയുന്നത്? ഈ പെൺകുട്ടിയെ നിലവിൽ കാണാതായിട്ട് മണിക്കൂറുകൾ പിന്നിട്ടിട്ടും ഇതുവരെയും ഒരു തുമ്പും ലഭിച്ചില്ല എന്നുള്ളതാണ് പോലീസിൽ നിന്ന് അറിയാൻ സാധിക്കുന്നത്. നിലവിൽ CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ഒരു പരിശോധനയാണ് പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുള്ളത്. തിരുവനന്തപുരം സ്വദേശിയായിട്ടുള്ള ആഫിയ അയ്യൂബിനെയാണ് നിലവിൽ കാണാതായിട്ടുള്ളത്. ജാമിയ മിലിയ സർവകലാശാലയിലെ MA ഇന്റർനാഷണൽ റിലേഷൻ വിഭാഗത്തിലെ 2ാം വർഷ വിദ്യാർത്ഥിനിയാണ്. കഴിഞ്ഞ ദിവസം രാത്രി 11:30 ഈ വിദ്യാർത്ഥിനി ഒരു മരുന്ന് മേടിക്കുന്നതിന് വേണ്ടിയും അവരുടെ താമസ സ്ഥലമായിട്ടുള്ള ഒക്ലയിൽ നിന്നും പുറത്തേക്ക് പോവുകയായിരുന്നു. ഇവരുടെ മൊബൈൽ ഫോൺ ഈ ഹോസ്റ്റൽ മുറിയിൽ തന്നെ വെച്ചതിന് ശേഷമാണ് ഈ പെൺകുട്ടി പുറത്തേക്ക് പോയത്. പക്ഷേ തിരിച്ച് എത്തിയില്ല എന്നുള്ളതാണ് ഇപ്പോൾ പരാതിയായിട്ട് ഈ കൂടെയുണ്ടായിരുന്ന ആളുകളൊക്കെ തന്നെയും പരാതിപ്പെട്ടിരിക്കുന്നത്. എന്തായാലും ഈ പെൺകുട്ടിയെ കാണാതായി മണിക്കൂറുകൾക്ക് ശേഷമാണ് ഇവർ തിരിച്ചെത്തിയിട്ടില്ല എന്നുള്ള വിവരം സഹപാഠികളും അതോടൊപ്പം തന്നെ മറ്റു അധ്യാപകരടക്കമുള്ള ആളുകൾ അറിഞ്ഞിട്ടുള്ളതിന് ശേഷമായിരുന്നു ഈ പോലീസിൽ പരാതി നൽകിയിട്ടുള്ളത്. എന്തായാലും നിലവിൽ അന്വേഷണം പുരോഗമിക്കുകയാണ്. എവിടേക്കാണ് ഈ പെൺകുട്ടി പോയത് എന്നുള്ളതിൽ ഒരു വ്യക്തത ഇരുവരെയും വരുത്താൻ പോലീസിന് സാധിച്ചിട്ടില്ല. അന്വേഷണം ഊർജിതമാക്കി മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ് ഇപ്പോൾ പോലീസ് അറിയിച്ചിരിക്കുന്നത്. തിരുവനന്തപുരം സ്വദേശിയാണ് ആഫിയ. അതുകൊണ്ട് തന്നെ ഈ മലയാളി അസോസിയേഷനുകൾ കൃത്യമായിട്ടുള്ള പരിശോധനകളും അന്വേഷണങ്ങളും ഇതിനോടകം തന്നെ ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട്. പോലീസ് പ്രാഥമികമായിട്ടുള്ള വിവരങ്ങൾ ഇപ്പോൾ തേടുകയാണ് എന്നുള്ളതാണ് അറിയാൻ സാധിക്കുന്നത്. നിലവിൽ 100-ലധികം CCTVകൾ പരിശോധിച്ചിട്ടുണ്ട്. പക്ഷേ ഇതിലൊന്നും തന്നെ ഈ പെൺകുട്ടിയുടെ ദൃശ്യങ്ങൾ പതിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഇപ്പോൾ പോലീസ് പ്രാഥമികമായിട്ട് പുറത്തുവിട്ടിരിക്കുന്ന വിവരങ്ങൾ. അതേസമയം തന്നെ അന്വേഷണം ഊർജിതമാക്കിക്കൊണ്ട് മുന്നോട്ട് പോകുമെന്നുള്ള കാര്യം കൂടി ഡൽഹി പോലീസ് അറിയിച്ചിരിക്കുകയാണ്. നമുക്കറിയാം, ഡൽഹിയിൽ ഇത്തരത്തിൽ നിരവധി തവണ കുട്ടികളെയൊക്കെ തന്നെയും കാണാതാകുന്ന സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു ആശങ്ക ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. എങ്കിൽ പോലും പോലീസ് പറയുന്നത് ഈ CCTV പരിശോധിച്ച ശേഷം കൃത്യമായിട്ടുള്ള ഒരു നടപടി എടുക്കാൻ സാധിക്കും, അല്ലെങ്കിൽ പെൺകുട്ടിയെ കണ്ടെത്താൻ കഴിയുമെന്നുള്ളൊരു ആത്മവിശ്വാസം തന്നെയാണ് പോലീസ് ഇപ്പോഴും പങ്കുവെക്കുന്നത്. എന്തായാലും നിലവിൽ ഈ തിരച്ചിൽ ഇപ്പോഴും പുരോഗമിക്കുകയാണ്. നിലവിൽ CCTVകൾ കേന്ദ്രീകരിച്ചുള്ള പരിശോധനയാണ് ആരംഭിച്ചിട്ടുള്ളത്. അതോടൊപ്പം തന്നെ മറ്റു സഹപാഠികളുമായി കേന്ദ്രീകരിച്ചുകൊണ്ട് അവരുടെ മൊഴിയടക്കം എടുക്കുന്ന ഒരു നടപടികൾ ആരംഭിക്കുമെന്നുള്ള കാര്യം കൂടി ഇപ്പോൾ പോലീസ് അറിയിച്ചിരിക്കുകയാണ്.